തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം കേരളം തിരിച്ചെടുക്കുകയാണ്. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ 70 സംഘം മാലിന്യം നീക്കം ചെയ്യാൻ അവിടെ നേതൃത്വം നൽകുന്നു. കേരള തമിഴ്നാട് സംയുക്ത ഓപ്പറേഷൻ ഇപ്പോൾ തിരുനെൽവേലിയിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ സനേജ് ഈക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ RCC റദ്ദാക്കും എന്ന വിവരം കൂടി പുറത്തുവന്നു. MG പ്രതീഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കുന്നത് തീർച്ചയായും റദ്ദാക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ പ്രവർത്തനാനുമതി തടയുന്നത് ഉൾപ്പെടെയുള്ള കർക്കശമായ നടപടികളിലേക്ക് പോകേണ്ടതല്ലേ? അനുജ, തീർച്ചയായും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്നടക്കം വിശദീകരണം സർക്കാർ തേടിയിരുന്നു. നിലവിൽ RCCയിൽ 2 സ്ഥാപനങ്ങളാണ് ഈ മാലിന്യം സംസ്കരിക്കാൻ കരാറെടുത്തിട്ടുള്ളത്. ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ IMAയുടെ ഉടമസ്ഥതയിലുള്ള ഇമേജും, ഒപ്പം മറ്റ് മാലിന്യങ്ങൾ ഈ സനേജ് ഈക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമാണ് കരാറെടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം RCCയുമായി കരാർ എടുക്കുകയും പിന്നീട് ഈ കമ്പനി തന്നെ മറ്റുള്ളവർക്ക് ഉപകരാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ മാലിന്യം തമിഴ്നാട്ടിൽ എത്തിയത് എന്നതാണ് പ്രാഥമിക പരിശോധനയിൽ അറിഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് RCC അധികൃതർ പോകുന്നത്. കഴിഞ്ഞ ദിവസം കമ്പനി അധികൃതരെ നേരിട്ട് വിളിപ്പിച്ച് RCC സൂപ്രണ്ടടക്കം ചർച്ചകൾ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് തങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടില്ല, തങ്ങളുടെ മാലിന്യമല്ല എന്നുള്ളൊരു നിഷേധം ആയിരുന്നു ഈ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഈ സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യം ഇത് കൃത്യമായി സംസ്കരിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ കൊണ്ട് തള്ളുകയല്ലല്ലോ. സ്ഥിരമായി ഇവരുടെ പരിപാടി ഇതാണോ? ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? അനുജ, തീർച്ചയായും അക്കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഈ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഒരു കമ്പനി തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് ഈ വെള്ളായണി ഭാഗത്ത് തന്നെ ഇത് സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ കമ്പനിക്കുണ്ട്. പക്ഷേ ഈ മാലിന്യം എങ്ങനെ തമിഴ്നാട് തിരുനെൽവേലിയിൽ എത്തി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇവർ മറ്റുള്ളവർക്ക് ഉപകരാർ നൽകി അതുവഴി ഈ മാലിന്യം അവിടെ എത്തി എന്നുള്ളൊരു പ്രാഥമിക വിശദീകരണം മാത്രമേ ഈ അധികൃതർ നൽകിയിട്ടുള്ളൂ. നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം അംഗീകാരം ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ കരാർ നൽകിയത് എന്നതാണ് RCC അധികൃതർ വിശദീകരിക്കുന്ന കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷന്റെയും ഭൂരിഭാഗം ഈ വേസ്റ്റുകളും കളക്ട് ചെയ്യുന്നതും ഈ സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം RCC ഉന്നയിക്കുന്നത്, ഈ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിലടക്കം ഒരു ഗ്രീൻ ബാഗ് ഉണ്ടായിരുന്നു. അതിൽ RCCയുടെ സിമ്പൽ അടക്കമുണ്ട്. പക്ഷേ അത് തങ്ങളുടെ ബാഗ് അല്ല എന്നതാണ് നിലവിൽ RCC അധികൃതർ പറയുന്നത്. കാരണം RCCയിൽ മാലിന്യം കൃത്യമായി വേർതിരിച്ചാണ് കൈമാറ്റം ചെയ്യുന്നത്. ഈ പുനരുപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് ഈ ഗ്രീൻ ബാഗുകളിൽ നൽകുന്നത്. ഇതിൽ ബാർകോഡുകൾ കൃത്യമായി രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഈ മാലിന്യ കൂനയിൽ നിന്ന് കണ്ട ദൃശ്യങ്ങളിലെ ബാഗിൽ ബാർകോഡ് ഇല്ല. അത് തങ്ങളുടെ ബാഗല്ല, അതിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് RCC പറയുന്നുണ്ട്. തങ്ങളുടെ പേര് പതിപ്പിച്ച ബാഗ് ഈ മാലിന്യ കൂമ്പാരത്തിൽ എങ്ങനെ എത്തി എന്നതാണ് RCC ചോദിക്കുന്ന കാര്യം. ഇക്കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇവരോടും RCC അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ശക്തമായൊരു അന്വേഷണം, വിശദമായൊരു അന്വേഷണം വേണം. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്ന് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. അനുജ, അതാണ് സനേജ് ഈക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ RCC റദ്ദാക്കും. കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നതിലൊക്കെ നമ്മൾക്ക് അറിയാൻ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോഴും ആ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷിക്കുന്ന പശുക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ കഷ്ടമാണ്. അത് ആരോഗ്യത്തിന് അവർക്ക് മോശവുമാണ്. ഇത്തരം ഇപ്പോഴും എങ്കിലും ഈ മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്.